നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ നീക്കം ഇറാൻ വീണ്ടും തടഞ്ഞതോടെ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. US നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഇതോടെ വെടിനിർത്തൽ അവസാനിക്കുന്ന ബുധനാഴ്ച മുതൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി. സമാധാന ചർച്ചകൾക്ക് പുതിയ തീയതി നിശ്ചയിക്കാൻ US തയ്യാറായിട്ടില്ല. മാത്രമല്ല, കൂടുതൽ തീവ്രതയോടെ യുദ്ധം ചെയ്യാൻ ഇരുവിഭാഗവും തയ്യാറെടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ വിട്ടുനൽകണം എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ പോലും ആവില്ലെന്ന് ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി സയ്യിദ് ഖത്തീബ് സാദെ വ്യക്തമാക്കി. യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്ന പ്രശ്നമില്ല. ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US തങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പുതിയ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞു. US-ഉമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും കരാർ ഇനിയും അകലെയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പറഞ്ഞു. ചില അടിസ്ഥാന ആവശ്യങ്ങളിൽ ഇനിയും വിള്ളലുകൾ അവശേഷിക്കുന്നുണ്ട്. അന്തിമ തീരുമാനത്തിൽ നിന്ന് ഇപ്പോഴും ഏറെ അകലെയാണ് നമ്മൾ, ടെലിവിഷൻ സന്ദേശത്തിൽ ഖാലിബാഫ് പറഞ്ഞു. അതേസമയം ഇസ്രയേലിനെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. US-ന്റെ മഹത്തായ സഖ്യകക്ഷിയാണ് ഇസ്രയേലെന്ന് ട്രംപ് പറഞ്ഞു. ധീരനും വിശ്വസ്തനും ധൈര്യശാലിയുമാണെന്നാണ് ഇസ്രയേലിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. ജനങ്ങൾക്ക് ഇസ്രയേലിനെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അവർ US-ന്റെ മികച്ച പങ്കാളിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. സംഘർഷത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും സമയത്ത് തനിനിറം കാണിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല ഇസ്രയേൽ. ധീരരും ധൈര്യശാലിയും വിശ്വസ്തരുമാണ്. നന്നായി പോരാടാനും എങ്ങനെ വിജയിക്കണമെന്നും ഇസ്രയേലിന് അറിയാം എന്നാണ് ട്രംപ് പറയുന്നത്. പുറം കടലുകളിൽ ഇന്റർനാഷണൽ വാട്ടർ അഥവാ ഒരു രാജ്യത്തിന്റെയും അധികാരപരിധിയിൽ വരാത്ത സമുദ്രമേഖലയിൽ സഞ്ചരിക്കുന്ന ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കാൻ US പദ്ധതിയിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. പേര് വെളിപ്പെടുത്താത്ത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരെയുള്ള ഉപരോധം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള US-ന്റെ നീക്കമാണ് ഇത്. ഇറാനെ സാമ്പത്തികമായി തളർത്തി ഹോർമുസ് കടലിടുക്ക് തുറപ്പിക്കാനുള്ള സമ്മർദ്ദതന്ത്രമാണിതെന്നും വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പേർഷ്യൻ ഉൾക്കടലിന് പുറത്ത് ലോകത്താകെയുള്ള പുറംകടലിലൂടെ സഞ്ചരിക്കുന്ന ഇറാൻ കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനാണ് US നീക്കം. അതേസമയം അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചു. ഇന്നലെ ഏതാനും കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോയിരുന്നു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവിക ഉപരോധം പൂർണ്ണശക്തിയോടെ തുടരുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇറാൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളുടെ നാവിക ഉപരോധം തുടരുന്നതിനിടെ അമേരിക്ക തങ്ങളുടെ വാഗ്ദാനം ലംഘിച്ചതായി ഇറാൻ സൈനിക കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരോധം നീക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടാനാണ് തീരുമാനം. പശ്ചിമേഷ്യയിൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കപ്പലുകൾ യാത്ര തുടരരുത് എന്ന് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിനെ സമീപിച്ചാൽ ശത്രുവുമായി സഹകരിക്കുന്നതായി കണക്കാക്കുമെന്നും നിയമം ലംഘിക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. കപ്പലുടമകൾ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ടവരിൽ നിന്നു മാത്രം വിവരങ്ങൾ ശേഖരിക്കണമെന്നും US-ന്റെ പ്രസ്താവനകൾക്ക് വിശ്വാസ്യതയില്ലെന്നും റവല്യൂഷണറി ഗാർഡ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ 2 കപ്പലുകളുടെ നേർക്ക് വെടിവയ്പ് ഉണ്ടായതായാണ് റിപ്പോർട്ട്. മാരിടൈം സെക്യൂരിറ്റിയും ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച് വിവരം പുറത്തുവിട്ടത്. ഹോർമുസിൽ ഇറാൻ സൈന്യം വെടിവെച്ചത് ഇന്ത്യൻ എണ്ണക്കപ്പലിനു നേരെയാണെന്നാണ് റിപ്പോർട്ട്. 20 ലക്ഷം ബാരൽ എണ്ണയുമായി ഹോർമുസ് കടക്കുകയായിരുന്ന ജാഗ് അർണവ് എന്ന കപ്പലിനു നേരെയാണ് ഒമാന്റെ വടക്കൻ തീരത്തുവെച്ച് ഇറാൻ സൈന്യം വെടിയുതിർത്തത്. മറ്റൊരു കപ്പലായ സൻമാർ ഹെറാൾഡും ഈ സമയം ഹോർമുസിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കപ്പലിനു നേരെ ആക്രമണം ഉണ്ടായിട്ടുമില്ല. ഹോർമുസിൽ നിന്ന് 2 ഇന്ത്യൻ കപ്പലുകളെ തിരിച്ചുവിട്ടു എന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് മറ്റൊരു കപ്പലിനു നേരെ വെടിവയ്പ് ഉണ്ടായിട്ടുള്ളത്. സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ നാവികസേന വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. ഹോർമുസ് തുറക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെ വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. ബാരലിന് $94 വിലയുണ്ടായിരുന്ന US ബെന്റ് ക്രൂഡ് ഓയിൽ $86 വരെ എത്തി. പിന്നീട് 90-40 ക്ലോസ് ചെയ്തത്. എന്നാൽ പിന്നാലെ ഹോർമുസ് അടച്ചതായും മേഖലയിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവയ്പുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത് വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വരവ് കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. നാളെ വ്യാപാരം തുടങ്ങുമ്പോൾ വില വർദ്ധിക്കാനാണ് സാധ്യത. നിലവിലെ വിലയിൽ നിന്ന് $96-100 ഉയരും.
$100 പിന്നിട്ടാൽ വില $110 കുതിക്കാനുള്ള സാധ്യതയുമുണ്ട്. ട്രെൻഡ് മാറുകയാണെങ്കിൽ വില $80 താഴാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ ശക്തമായി നേരിടുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. ഇനി നേരിയ തെറ്റുപോലും അമേരിക്കയുടെയോ മറ്റ് ശത്രുരാജ്യങ്ങളുടെയോ ഭാഗത്തുനിന്നുണ്ടായാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അടുത്തഘട്ട ചർച്ചകൾ ഏപ്രിൽ 20 തിങ്കളാഴ്ച പാകിസ്ഥാനിൽ വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാനിയൻ പ്രതിനിധികൾ വാരാന്ത്യത്തിൽ പാകിസ്ഥാനിൽ എത്തുമെന്നും തുടർന്ന് തിങ്കളാഴ്ച മുതൽ ചർച്ചകൾ ആരംഭിക്കുമെന്നും വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും അമേരിക്കയോ ഇറാനോ റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനുമായുള്ള ചർച്ചകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും അമേരിക്കക്കാരുമായുള്ള ചർച്ചകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് എല്ലാത്തിനും സമ്മതിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് ഈ സംഭവവികാസം. ഇറാനിൽ നിന്ന് സമ്പുഷ്ടമായ യുറേനിയം ശേഖരം നീക്കം ചെയ്ത് US-ലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നിരുന്നാലും രാജ്യത്തിന്റെ യുറേനിയത്തിന്മേലുള്ള ട്രംപിന്റെ അവകാശവാദം ഇറാൻ അധികൃതർ നിരസിച്ചിരിക്കുകയാണ്. ഇറാൻ ആദ്യഘട്ട ചർച്ചകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലാണ് നടന്നത്. തുടർച്ചയായി 21 മണിക്കൂർ ചർച്ചകൾ നടന്നുവെങ്കിലും ഇരുപക്ഷവും തമ്മിലുള്ള സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വാഷിംഗ്ടണിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ചർച്ചകൾ പരാജയപ്പെട്ടുവെന്ന് അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിച്ച US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രയേലിനൊപ്പം അമേരിക്കയും പണ്ടേ എതിർത്തിരുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം ലഭിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപും വാൻസും ആവർത്തിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ആണവ പദ്ധതി സിവിലിയൻ ഉപയോഗത്തിനുള്ളതാണെന്ന് വാദിച്ച ഇറാൻ യുക്തിരഹിതമായ US ആവശ്യങ്ങൾ മൂലമാണ് ചർച്ചകൾ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചു. ഇത് കഴിഞ്ഞയാഴ്ച സംബന്ധിച്ച വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ അവകാശപ്പെട്ടു. US സ്വന്തം പ്രതിബദ്ധതകൾ ലംഘിക്കാൻ തീരുമാനിച്ചാൽ ആവശ്യമായ പരസ്പര നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇറാൻ അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്കു നേരെ ഇറാൻ സേന നടത്തിയ വെടിവയ്പിൽ ഇറാനെ കടുത്ത പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു. ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലിയെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചുവരുത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ത്യയിലേക്ക് വന്ന 14 കപ്പലുകൾ തടഞ്ഞാണ് ഇറാൻ സേനയുടെ ആക്രമണം. ഇതേ തുടർന്ന് മേഖലയിൽ കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇതിൽ ഒരു കപ്പലിന് നേർക്ക് വെടിവെച്ചത് 2 ഇറാനിയൻ ഗൺബോട്ടുകളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ 2 ഗൺബോട്ടുകൾ കപ്പലിനെ സമീപിക്കുകയും റേഡിയോ വഴി യാതൊരു മുന്നറിയിപ്പും നൽകാതെ വെടിയുതിർക്കുകയുമായിരുന്നു എന്നാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ പ്രതികരിച്ചിരിക്കുന്നത്. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ഒമാനെ 37 കിലോമീറ്റർ വടക്ക് കിഴക്കായി ഖ്വേഷം ലാരക് ദ്വീപുകൾക്കിടയിലുള്ള പ്രദേശത്തായിരുന്നു വെടിവയ്പ്. തന്ത്രപ്രധാനമായ ജലപാതയുടെ മേൽ ഇറാൻ നിയന്ത്രണം കർശനമാക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ ഇറാൻ വീണ്ടും കർശനമായ സൈനിക നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശത്രുക്കൾക്ക് കൈപ്പേറിയ പുതിയ പരാജയങ്ങൾ സമ്മാനിക്കാൻ ഇറാന്റെ നാവികസേന സജ്ജമാണെന്ന് പരമോന്നത നേതാവ് മൊസ്തഫ ഖമനേയി പറഞ്ഞു. കടലിടുക്ക് അടച്ചതിനു പിന്നാലെ കപ്പലുകൾക്കു നേരെ ഇറാൻ സേന വെടിവെച്ചു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും വെടിവയ്പുണ്ടായി. ഇതോടെ കടലിടുക്ക് കടക്കാതെ ഒട്ടേറെ കപ്പലുകൾ മടങ്ങി. അതിനിടെ കടലിടുക്ക് അടച്ചുകൊണ്ട് അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ടെഹ്റാൻ ആകില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടിക്കുകയും ചെയ്തു. ഇറാന്റെ തുറമുഖങ്ങൾക്ക് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇറാൻ ശനിയാഴ്ച ഈ പാത വീണ്ടും അടയ്ക്കാൻ തീരുമാനിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിച്ച 21 കപ്പലുകളെ അമേരിക്കൻ സൈന്യം തിരിച്ചയച്ചിരുന്നു. പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വീണ്ടും ഏറ്റെടുക്കുകയും ചെയ്തു. തങ്ങളുടെ അനുമതിയില്ലാത്ത കപ്പലുകൾ കടത്തിവിടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇപ്പോൾ കർശനമായ നിയന്ത്രണത്തിലാണ്. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതുവരെ ഈ സ്ഥിതി തുടരുമെന്ന് സൈന്യം അറിയിച്ചു. ഹോർമുസ് തുറന്നെന്ന പ്രഖ്യാപനത്തിനു ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം 20ഓളം കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മിക്കവയും തിരികെ പോരുകയായിരുന്നു. ഇനി IRGC അനുമതി നൽകുന്ന വാണിജ്യ കപ്പലുകൾക്ക് മാത്രമേ ഈ വഴി കടന്നുപോകാൻ സാധിക്കൂ എന്നും ഈ കപ്പലുകൾ നിശ്ചിത ടോൾ നൽകണമെന്നും ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ മേധാവി ഇബ്രാഹിം അസീസി വ്യക്തമാക്കി.
മലയാളി വാർത്ത ഇൻസൈഡ്.